അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ വൈകുന്നേരമാണ് എൻ്റെ പരിപാടി ലിസ്റ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ പരിപാടികളിൽ ഇപ്പം അധികം കല്യാണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്യാണം. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ വളരെയധികം സഹായിക്കുന്ന, സേവനം ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായും അവരുടെ വീട്ടിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കല്യാണങ്ങളെ ചെറുതായി കാണാനും വയ്യ. പക്ഷെ അതേസമയം ഇത് എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റി എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ഫത്വ ചോദിക്കണം ഉസ്താദുമാരോട് എന്നുള്ള ചുറ്റുപാടിലായി മാറിക്കഴിഞ്ഞിരിക്കുക. മറ്റു സമുദായങ്ങൾക്ക് പലപ്പോഴും പല സമയങ്ങളൊക്കെ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില മാസം പറ്റൂല. നമുക്കാണെങ്കിൽ വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് വെച്ചാൽ ബാക്കിയെല്ലാം 7 ദിവസം നമുക്ക് ഫുള്ളാണ്. ഈ ചുറ്റുപാടിലാണ്. അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് വരിക, നാളെ വീണ്ടും ഇവിടെ വരാക്കാൻ പറ്റില്ല എന്നുള്ള എനിക്ക് തന്നെ നൂറ് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഹസൻ നമ്മൾ ഹൈദർക്കൊക്കെ പറഞ്ഞാൽ പിന്നെ വരാക്കാൻ പറ്റില്ല. അതൊരു തരം വാറണ്ട് മാതിരിയാണ്. വരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് ജാമ്യം കിട്ടാത്ത വാറണ്ടാണ്. അപ്പൊ അതുകൊണ്ട് വന്നേ തീരും. ഞാൻ നാളെ വരാൻ തീരുമാനിച്ചു തന്നെയായിരുന്നു. എന്താ ചെയ്യാ, വരുന്നേ എന്നുള്ളതൊക്കെ. അപ്പൊ എന്നോടൊന്ന് ഭാര്യ ചോദിക്കായിരുന്നു, ഒന്ന് ചോദിച്ചു കൂടെ അസ്ഥാനക്കാരുടെ ഒരു അടുത്തല്ല വരുന്നത്, ഒന്ന് തന്നെ ഉണ്ടാക്കിയാൽ നാളെ വയനാട്ടിൽ കല്യാണത്തിന് പോകാം എന്നാണ് നമുക്കുള്ള അടുത്തത്. കാരണം സി മമ്മൂട്ടി MLA ആണ്, നമ്മുടെ അടുത്ത സഹപ്രവർത്തകനാണ്, നമ്മളായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സി മമ്മൂട്ടിന്റെ കല്യാണം മറ്റന്നാളാണ്. അപ്പൊ നാളെ പോയാൽ മറ്റന്നാൾ വേറെ കല്യാണത്തിന് പോകാം എന്നാണ് ഉള്ളത്. കാരണം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് മറ്റന്നാൾ. ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. അപ്പൊ അതിന്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വേണം. അപ്പൊ അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അലച്ചിലിനിടയിൽ കുറച്ച് സമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. അതാണ് ഇതിലെ പ്രത്യേകത ഉള്ളത്. കുട്ടികളെ കാണുമ്പോൾ, കുട്ടികളുമായി സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അത് എനിക്ക് ഇതിനേക്കാളും സുഖം, ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും സുഖം കുട്ടികളുമായിട്ട് അടുത്തിരുന്ന് സംസാരിക്കും, ഇന്ററാക്ഷൻസ് സംസാരിക്കും. അപ്പൊ അവർക്ക് പലതും ചോദിക്കാം, നമുക്ക് പലതും, നമുക്കും ഒരു ചാർജിങ് ആണ്, എനർജി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുമായി അടുത്ത് സംസാരിക്കാനും ഒക്കെ ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം എന്റെ കൂടെ ഒരു ഉദവി ഉണ്ട്. നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ കുറെ ഉദവികളെ കണ്ടു. അപ്പൊ അവരൊക്കെ ഉസ്താദാണ് ഈ ഉദവി എന്ന് പറഞ്ഞു. എന്റെ കൂടെയുള്ള ഉദവി, എന്റെ സെക്രട്ടറിനെ കണ്ടപ്പോഴും വളരെ ചെറുത്, എപ്പോഴും പാസ്സായിട്ടുള്ളതെന്ന് തോന്നും. പക്ഷെ ഇവിടെ നിന്നുള്ള നല്ല വലിയ ഉദവികളൊക്കെ എന്റെ ഗുരുനാഥനാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അഭിമാനം തോന്നി. ഞാൻ വെച്ച ആള് മോശമൊന്നുമല്ല, ഉദവിയെ വെക്കണം എന്ന് എന്നോട് തങ്ങള് പറഞ്ഞതായിരുന്നു. എനിക്ക് അറിയാം ദാറുൽ ഹുദയെ പറ്റിയും നമ്മുടെ ബഹാവുദ്ദീൻ സാഹിബിനെ പറ്റിയിട്ടും ഒക്കെ അറിയാനും ഒന്നിച്ച് ഞങ്ങൾ പല സംഗതികളിലും ബന്ധപ്പെടാനും, പ്രത്യേകിച്ച് അദ്ദേഹം കേരളത്തിന് പുറത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിന് വളരെ അടുത്ത് കാണാനും അതിനെ സഹായിക്കാനൊക്കെ ഒക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പല സംഗതികളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ചില സംഗതിയൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിക്കാറാണ് ചെയ്യുന്നത്. പുറമുള്ള, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. കാരണം ആരത്ത് കൊടുത്താലും എന്ത് ചെയ്താലും അത് വിവാദമാകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയാണുള്ള കാര്യം. ചെയ്ത കാര്യത്തിന് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിവാദ വ്യവസായ സ്റ്റേറ്റായി മറ്റ് വ്യവസായങ്ങളൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ കുറെ ചാനലുകളും കുറെ വിവാദങ്ങളുമായി നമ്മളങ്ങനെ അഭിരമിച്ചങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വളരെ നല്ലതായിട്ട് നടക്കുന്നൊരു സ്ഥാപനം ദാറുൽ ഹുദ ചെമ്മാടുള്ള, അത് വളരെ മുമ്പ് തന്നെ ഇതിന്റെ സ്ഥാപകനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം. അദ്ദേഹം അത് തുടങ്ങി വെച്ച മുതൽ ഇന്ന് വരെ അതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറയായിരുന്നു, ഹസൻ സാഹിബ് ഓർമ്മിക്കായിരുന്നു, എനിക്കത്ര ഓർമ്മയൊന്നുമില്ല, 10 വർഷം മുമ്പും ഒക്കെ ഹൈദർ സാഹിബിന്റെ മകൻ എന്റെ സ്കൂളിൽ നിലമ്പൂരിൽ താമസിച്ച് പഠിച്ചിരുന്നു. അന്നാണ് ഞാൻ
ഹൈദർക്കാരായിട്ട് അടുത്ത് പെരുമാറുന്നത്. ആ പെരുമാറുള്ളതുകൊണ്ട് ഞങ്ങളവിടെ കുറെ പള്ളികൾ വന്നു. കാരണം അന്ന് ഹൈദർക്കാർക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കലായിരുന്നു. എവിടെ പള്ളി പറഞ്ഞാലും ഒരു അറബിന് ഒരു പള്ളി ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അത് നിർത്തിപ്പം അവനെ സ്വന്തം ജയിലുള്ള മറ്റൊന്നും ഇപ്പം നിർത്തിക്കുന്ന തലക്കാലം തന്നെ. കാരണം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കും അറിയാം. നമ്മൾ പള്ളിക്ക് പൈസ വാങ്ങിക്കും, ഞാനും പള്ളിക്ക് പൈസ വാങ്ങിക്കൊടുത്ത് ഓല വക കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കും. പിന്നെ അതിന് അറബികൾക്ക് ഒപ്പിക്കാനും മറ്റൊക്കെ മൂപ്പര് ഇടങ്ങേറായെന്ന് എനിക്കറിയാം. ഞാനും മമ്പാടിന് പള്ളിക്ക് പൈസ മൂപ്പരൊന്നും ഒന്നല്ല, പല പള്ളിക്കും പൈസ ഞാൻ എൻ്റെ അടുത്ത ആള് വരുമ്പോൾ ഞാൻ നേരെ ഹൈദർക്കാരത്ത് വിടും. അപ്പൊ അങ്ങനെ ഹൈദർക്കാരുമായിട്ടും എന്റെ പാർട്ണറാണ് ഹസൻ സാഹിബ്. ഞാൻ അദ്ദേഹം തമ്മിലെ ബന്ധം 10-25 വർഷമായി തുടർന്ന് വരികയാണ്. 24 വർഷമായി. 91 അബുദാബിയിൽ ഞാൻ ആദ്യമായി ദുബായിൽ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് പെട്ടതെന്ന് പറയില്ല, ചെന്നത് പെട്ടതിൽ പല അർത്ഥങ്ങളൊക്കെ പറയും. അപ്പൊ ചെന്നത് ഹസൻ സാഹിബിന്റെ അടുത്തായിരുന്നു ദുബായിൽ ആദ്യമായിട്ട്. ഫസ്റ്റില് ആദ്യം വേറെ ആളത്ത് പോയി, അദ്ദേഹം ശരിയല്ലാത്തൊരു അറബിയായിരുന്നു. പിന്നെ ഞാൻ ഹസന്റെ അടുത്താ പോയിട്ട്, ഹസനാണ് എനിക്ക് ഇന്ന് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1991 അതുവരെ ഞാൻ അബുദാബിയിലായിരുന്നു. 74 മുതൽ 91 വരെ, അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പാർട്ണർമാരായി. ഞാനിവിടെ പോന്നു. ചുരുക്കം ചില പാർട്ണറായിട്ട് കുടുങ്ങിയ പാർട്ണർമാരുണ്ട്. അങ്ങനെ പല പാർട്ണർമാരും നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഹസൻ സാഹിബിനെ പറ്റി ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞത്, ഇത്രത്തോളം മനസ്സ് ഞാൻ തന്നെ എനിക്കത് പലതും പറ്റില്ല. എന്റെ മനസ്സ് കുറച്ച് ലോലമാണോ തോന്നും. ഇത് അതിലോലമാണ്. ഇതിങ്ങനെ ഒരു ഐസ്ക്രീം മാതിരിയാ, അലിഞ്ഞങ്ങനെ പോകും. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അലിയുന്നത് സമൂഹത്തിനും പ്രത്യേകിച്ച് സമുദായത്തിനും വേണ്ടിയാണ് എന്നുള്ളതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൂപ്പർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. മൂപ്പര് എവിടെയും കൂടും, അതെനിക്ക് പേടിണ്ടായിരുന്നത്. ഏത് ഭാഗാന്ന് മൂപ്പർക്ക് നോക്കൂല. അങ്ങനത്തെ ചെറിയ തകരാറ് മൂപ്പരത്ത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കുറച്ച്. പക്ഷെ എന്നാലും അധികമൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. ഇവർക്ക് ആരെന്ത് പറഞ്ഞാലും മൂപ്പർക്ക് ശരിയാ. അപ്പൊ ആ കാര്യത്തിൽ മാത്രം എന്റെ പാർട്ണറോട് ഞാൻ ചിലപ്പോൾ ഉപദേശം കൊടുക്കാറൊക്കെ ഉണ്ട്. ഏതായാലും എന്റെ 2 സുഹൃത്തുക്കൾ അവര് മുൻകൈയെടുത്ത് നടത്തുന്ന അവരുടേതായി ഇനി ഇതൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ എന്നോട് സാഹിബിനോടൊക്കെ പറയാം. എന്നോട് ഇതുവരെ ഒരു പൈസ ഞാൻ കൊടുത്തിട്ടുമില്ല. നിങ്ങൾക്കറിയില്ല, അല്ലാതെ ചോദിച്ച് ഇടങ്ങേറാകണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നാൽ തന്നെ ഞാനൊക്കെ അങ്ങനെ ബന്ധപ്പെടുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ബന്ധപ്പെടുന്ന ആൾക്കാർ എല്ലാവരും നമ്മളെ കാണുക. ഇപ്പൊ പ്രത്യേകിച്ച് രാജ്യസഭ മെമ്പറായപ്പോ അത്യാവശ്യം കുറച്ച് പൈസ ഗവൺമെന്റ് പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പൈസയായിട്ട് ഇങ്ങനെ എല്ലാവരും നല്ല കാര്യമാണ് പറയണത്. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ അധികം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരാണ്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നുകിൽ അശരണരാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ട്, കല്യാണം, അതല്ലെങ്കിൽ അസുഖം, അതല്ലെങ്കിൽ വീടില്ലായ്മ, അതിൽ ഭക്ഷണമില്ലാത്ത രൂപത്തിലൊക്കെ ആൾക്കാർ വരുന്ന ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഡോക്ടർമാർക്ക് കുറച്ചു നേരം OP ഉണ്ടാവുള്ളൂ. പിന്നെ ഡോക്ടർമാരെ OP കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റുള്ള പ്രൊസീജിയറും മറ്റൊക്കെ. നമുക്ക് എന്നും OP ആണ്. എപ്പോഴും ഔട്ട് പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് നമ്മുടെ പണി. അതുകൊണ്ട് പ്രത്യേകിച്ച് പൊതുപ്രവർത്തനം കൂടി ആകുമ്പോൾ നിർബന്ധമാണ്. അപ്പൊ ആ ചുറ്റുപാടില് വല്ലപ്പോഴും ഒക്കെ വളരെ സമാധാനം കിട്ടുന്ന സംഗതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ അടുത്ത് പോവുക, കോളേജുകളിൽ പോവുക, അവിടെ ഉണ്ടാകുന്ന സമ്പർക്കങ്ങൾ നമ്മളെ റീചാർജ് ചെയ്യും. നമ്മളെ ചെറുപ്പത്തില് മിനിയാന്ന് എന്റെ കോളേജിന്റെ 50ാം വാർഷികമായിരുന്നു. ഇവിടുത്തെ 2ാം കൊല്ലമായിരുന്നു ഞാൻ ചേർന്നത് മമ്പാട് കോളേജിന്റെ. അതിന്റെ 50ാം വാർഷികം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അവിടെ പഠിച്ചതിൽ ഒരു MP ആയിട്ടുള്ള ഞാൻ മാത്രമാണ് തോന്നുന്നുണ്ട്. കഴിഞ്ഞ 19 വർഷക്കാലം എത്രയോ ആൾക്കാർ പഠിച്ചു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന, കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ, സന്തോഷങ്ങൾ, അതോടൊപ്പം അവിടുത്തെ ചില കാര്യങ്ങൾ പുതിയ തലമുറ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില വിഷമങ്ങളും, 50 വർഷം മുമ്പത്തെ സംഗതികൾ ചരിത്രം മറന്നുകൊണ്ട് അന്നത്തെ നമ്മുടെ നേതാക്കൾ ചെയ്ത പ്രവർത്തനങ്ങളെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, വിഷമം തോന്നി ഞാൻ അവിടെ തന്നെ പറയും. 10-15 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സംസാരിക്കുമ്പം ഈ നജർ റഷാദ് ഈ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഹസനും അതേപോലെ നമ്മുടെ ഹൈദരാജിനൊന്നും പറയാതെ ഏതെങ്കിലും കുറച്ച് നദവി ആൾക്കാർ കുട്ടികൾ വന്നിട്ട്
വേറെ പുതിയ ആൾക്കാരെ പറ്റി പറഞ്ഞ് മറ്റവരെ മറക്കുക എന്ന് മാത്രമല്ല, അവരെ ചിലപ്പോൾ തള്ളിപ്പറയുന്ന രൂപത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷമങ്ങള് എനിക്കിത് പറഞ്ഞു നോക്കിക്കാൻ ഞാൻ പറയും. അങ്ങനെ ഞാൻ പറയേണ്ടി വന്നു. ഫറൂഖ് കോളേജ് സ്ഥാപിക്കുന്ന ആൾക്കാര്, ഫറൂഖ് കോളേജിന്റെ സ്ഥാപകൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ ഒരു പ്രാവശ്യം സംസ്ഥാന മുസ്ലിം ലീഗ് ഓഫീസിൽ അവാർഡിനും വേണ്ടി ഫറൂഖ് കോളേജിലെ കൂടെ കുട്ടികൾ വന്നപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, വലിയ കുട്ടികളും പേരൊക്കെ, ഫറൂഖ് കോളേജ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു കുട്ടിക്കും അറിയില്ല. അവസാനം ക്ലൂ കൊടുക്കലുള്ളപ്പോ എല്ലാവരും ഒരു ക്ലൂ. ഞാൻ പറഞ്ഞ ഒരു പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, എന്നാ ശരി ഒരു 5000 റുപ്യ എടുത്തിട്ട് ഇത് പറഞ്ഞോട് കൊടുക്കാം. അപ്പൊ ഒരു ക്ലൂ തരുമായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ അബ്ദുസ്സമദ് സമദാനിയുടെ അമ്മോശാക്കിയാണ് ഒരു ക്ലൂ ആണ്. എന്നിട്ട് വരെ പറയാൻ പറ്റാത്ത കുട്ടികൾ, തങ്ങൾ പഠിക്കുന്ന സ്ഥാപനം ആരുണ്ടാക്കിയത് ആരെ വേർപ്പാണ് എന്നറിയാത്ത, എങ്ങനെയാണ് ഇതിന് തുടക്കം കുറിച്ചത്, മഹാനായ ബാഫയ്ക്ക് തങ്ങള് അന്ന് ചെയ്ത സേവനങ്ങൾ, അദ്ദേഹം സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഫണ്ടിൽ നിന്ന് 25,000 റുപ്യക്ക് ഒരു ഫിയറ്റ് കാറും കൊടുത്ത സംഭവങ്ങളും കുട്ടികൾക്കൊന്നും അറിയില്ല. എന്നെങ്കിലും 50-ാം വർഷമോ 100-ാം വർഷമോ ഒരു സോവനീർ വരുമ്പോ അതിലെവിടെയെങ്കിലും മൂലൊക്കെ ഉണ്ടെങ്കിലുള്ളൂ. അവിടുത്തെ അതിനെ ചരിത്രം പഠിക്കാത്ത, ചരിത്രം അറിയാത്ത കുട്ടികൾ, ചരിത്രം അറിഞ്ഞില്ല, പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? നമ്മുടെ മൺമറഞ്ഞു പോയാൽ നിലവിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ കഴിഞ്ഞുപോയ, നമ്മുടെ ഈ ചുറ്റുപാട് നമ്മൾ ആകാൻ പരിശ്രമിച്ച, ത്യാഗം ചെയ്ത, അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച നേതാക്കന്മാരെ അല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ മറന്നുകൊണ്ട് നമുക്ക് എന്താ ജീവിതം? പിന്നെന്താ അതിനർത്ഥം? അപ്പൊ അതിന്റെ അർത്ഥം അവരെ വലുതാക്കി പറയാന്നുള്ളതല്ല, അവരെ അറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയാത്ത ഒരു വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ യുവതലമുറ. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കഴിഞ്ഞുപോയ ചരിത്രങ്ങളും നമ്മുടെ സമൂഹവും സമുദായവും ഈ രൂപത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എല്ലായിടത്തും എത്തിയിട്ടല്ല. പക്ഷെ നമ്മൾ ലോകത്തിൽ നമ്മളിപ്പോ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക മുസ്ലിം സമൂഹത്തില് വളരെയധികം ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ നമ്മൾ അസൂയാവഹമായ രൂപത്തിൽ വളർന്നൊരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള. ഞങ്ങളെ വല്ലാതെ നിങ്ങളെ തെക്ക് പോയിട്ടില്ല. ഇവിടെല്ല നമ്മളുള്ള മുസ്ലിം സമൂഹം വളർന്ന വളർച്ച, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കുട്ടികളെ അറിയണം, കുട്ടികളെ അറിഞ്ഞു വളരണം. ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചുണ്ടായതൊന്നുമല്ല. ഇതിന് പിന്നിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ധാരാളം ആൾക്കാർ ഇന്നത്തെ സൗകര്യം വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഒരു സ്ഥലത്ത് പോകാൻ ദിവസങ്ങൾ വേണം, താമസിക്കാൻ. ഇന്നിപ്പോ എവിടെ പോയാലൊന്നും ആർക്കും പ്രശ്നവുമില്ല. ലക്ഷറി കൂടിയ പ്രശ്നമുള്ളൂ. നമ്മുടെ എല്ലാ ആൾക്കാർക്കും നല്ല ഭക്ഷണം കാര്യങ്ങളും, ഭക്ഷണം കഴിച്ചിട്ടുള്ള കുഴപ്പമാണ് ഇപ്പൊ അധികം ഉള്ളത്. അന്നൊന്നും അങ്ങനെയൊന്നുമല്ല. അന്നൊക്കെ നമ്മുടെ മുൻകാല കഴിഞ്ഞുപോയ നമ്മുടെയൊക്കെ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ രൂപത്തിൽ ഈ തലമുറയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ അനുഭവിക്കുമ്പോൾ നമ്മ മുമ്പ് പോയ, നമ്മൾ കഴിഞ്ഞുപോയ നിലവിലുള്ള നേതാക്കളെയും അല്ലെങ്കിൽ പിതാക്കളെയും പിതാമഹന്മാരെയും ഓർക്കണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ രാജ്യം ഒരു പ്രത്യേക ചുറ്റുപാട്, ലോകത്തിന്റെ മുസ്ലിം സമൂഹം ഒന്നടങ്കം, പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനും, തികച്ചും നാം നമ്മുടെ മാത്രം, ഞാൻ എന്റെ ഭാര്യ തട്ടാൻ പണ്ട് പറഞ്ഞ പോലെ ഒരു അരാഷ്ട്രീയമായി, ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും മുദ്രാവാക്യം വിളിച്ച് ബസ്സിന് കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ ഇതാകണമെന്നുള്ള രൂപത്തിലല്ല, സമൂഹത്തെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ബോധങ്ങൾ ഈ കാര്യത്തിൽ വേണം. ഞാൻ ഇന്നലെ രാവിലെ ഒരു MP എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയുടെ ആദർശ ഗ്രാമ യോജന, സൻസദ് ആദർശ ഗ്രാമ യോജന എന്നൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് പലർക്കും അറിയായിരിക്കും. ആരെങ്കിലും അറിയാത്തവരെല്ലാവരുണ്ടോ? എല്ലാവർക്കും അറിയോ? അറിയില്ല? അല്ല, അറിയില്ലെങ്കിൽ പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രത്യേക പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. സൻസദ് ആദർശ് ഗ്രാമ യോജന, സാഗി എന്നാ പറയാം. എല്ലാ MP-മാർക്കും ഒരു ഗ്രാമം ദത്തെടുക്കാം. അങ്ങനെ ഞാനൊരു ഗ്രാമം ദത്തെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 29 MP-മാരാണ്. അറിയോ? കേരളത്തിൽ 29 MP-മാർ. അതിൽ എല്ലാവർക്കും അറിയോ? അറിയില്ല. രാജ്യസഭയിൽ ലോക്സഭ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? അധികം നമ്മളെ കുട്ടികൾ തന്നെയല്ലേ? അല്ലെ? 90% നമ്മളെ കുട്ടികളല്ലേ?
ഇതില് കേരളത്തില് ലോക്സഭയിൽ എത്ര ആൾക്കാരെന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് കുറച്ചിലർക്കൊക്കെ അറിയും. അറിയോ? അറിയില്ല. ഒരു കുട്ടി എന്നാ പറയും. അതൊന്നും വേണം, മൈക്കൊന്നും വേണ്ട, ഒരാളൊന്നും വേണ്ട. ഒരു കുട്ടി പറയണം. എത്ര പറഞ്ഞോളൂ. പൊന്തിച്ച ആള് ആരാ പറഞ്ഞ? വലിയവരല്ല, വലിയ കുട്ടികൾ. പറഞ്ഞോളൂ, ധൈര്യസമയം പറ, തെറ്റി പറഞ്ഞോ. 20 years. വാ, വരും. കമോൺ. ഒന്നും ചെയ്യാനല്ല. ആരാ? നിങ്ങളല്ല, കുട്ടി. ആ കുട്ടീനെ വിളിച്ചു. നിങ്ങള് ആ വിദ്യാർത്ഥി ആരാ പറഞ്ഞത്? ചെറിയ കുട്ടി. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. നിന്ന് അബ്ദുറഹ്മാന ഹുദബി തന്നെ ആയിക്കോട്ടെ. ഇവിടെ നമ്മുടെ ഡ്രൈവർ എവിടെ? പെർസെന്റേജ് പേഴ്സൻ്റ് പോയത്. അതേ പരിപ്പോട്ടെ. ഇനിയിപ്പോ എല്ലാവർക്കും ഈസിയാണ്. എന്നാലും രാജ്യസഭയിൽ എത്ര ആളുണ്ട്? ഞാനൊന്നാണ്. ഏത് ക്ലാസ്? രാജ്യസഭയിൽ എത്ര ആൾക്കാരാണ്? അപ്പൊ 29 20 കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അറിയാലോ. എത്ര? 29 അല്ലെ 20 വെച്ച 9 തന്നെ. അപ്പൊ ആ രാജ്യസഭയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഇനി രാജ്യസഭയിൽ ഞാൻ ഈ വലിയ ആളെന്ന് പറയരുത്. രാജ്യസഭയിൽ ഒരു MP-യുടെ കാലാവധി എത്രയാണ്? നിങ്ങൾ പറയല്ലേ, നിങ്ങൾ പിന്നെ പറഞ്ഞാൽ അത് ആ കുട്ടിന്റെ ചാൻസ് പോയി. നിങ്ങൾക്കുള്ള കുഴപ്പം എന്താ? നിങ്ങൾ പറഞ്ഞോടുകൂടി വേറെ കുട്ടിക്ക് വിട്ടാലെ പൈസ പോയി. ഞാൻ കുട്ടികളോട് പറഞ്ഞെന്താണ് ഞാൻ ഈ പറയാൻ കാരണം? ഇത് പൈസ കൊടുക്കാനും മറ്റൊന്നുമല്ല. നമ്മൾ ചുറ്റുപാട് നടക്കുന്ന സംഭവത്തെ പറ്റി അറിയണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്നില്ല മാത്രമല്ല, ചുറ്റുഭാഗം രാഷ്ട്രത്തിലെ അന്താരാഷ്ട്രീയ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിയണം. കാരണം നമ്മളിന്ന് അങ്ങനത്തെ ചുറ്റുപാടിലുള്ളത് ലോക മുസ്ലിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പം ഇതിനു മുമ്പൊക്കെ കടന്നു കഴിഞ്ഞ നടന്ന സ്നേഹം വേറെ എന്തായിരുന്നു? എന്റെ വളരെ അടുത്ത സുഹൃത്തൊക്കെയാണ് നമ്മുടെ കൈതപ്പം വന്ന് ഇവിടെ ക്ലാസ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ പ്രസംഗിച്ചു പോയ ഇസ്ലാം സ്നേഹം അനുഭവങ്ങൾ. കാരണം ഇസ്ലാം സ്നേഹം അനുഭവം, ഇസ്ലാം എന്നുള്ളതിന്റെ കൂടെ തന്നെ സ്നേഹം എന്നുള്ള വളരെ കാലികമായ അതല്ലെങ്കിൽ വളരെ അധികം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെ. ചിലപ്പോൾ അർത്ഥം തന്നെ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പത്രത്തോളം സ്നേഹിക്കുന്ന, സഹജീവികളെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു മതത്തെ ഒരു IS എന്ന് പറയുന്ന നമുക്ക് അറിയില്ല, അങ്ങനെ സംഗതി ഉണ്ടോ എന്താന്ന് തന്നെ അറിയില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരങ്ങി നടന്നുകൊണ്ടൊക്കെ എല്ലാം കാണുന്നത് എന്താണ്? തല വെട്ടണതാ കാണുന്നത്. എനിക്കറിയില്ല, ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ മിനിയാന്ന് ഡൽഹിയിൽ നിന്ന് വരുമ്പോഴാണ് താലിബാൻ എന്ന പുസ്തകം വാങ്ങി പഠിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് നമ്മളിങ്ങനെ കേട്ടിട്ടുള്ള താലിബാൻ, എന്താണ് താലിബാനെ പറ്റി എന്നുള്ളൊരു ഒരു കാര്യമായ ഒരു ഗ്രന്ഥം ഉണ്ട്. അതിപ്പോ വായിക്കാൻ തുടങ്ങണുള്ളൂ. അതുകൊണ്ട് ഞാൻ IS-നെ പറ്റി തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഇസ്ലാമിനെ പറ്റി പൊതുവെ ജനങ്ങളിടയിൽ, ലോക ജനതയ്ക്കിടയിൽ വളരെ തെറ്റിദ്ധാരണാപരമായ സംഗതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിതിനെ വളരെ നല്ല നിലയിൽ അവതരിപ്പിക്കാനും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തബ്ലീഗ് പ്രവർത്തനങ്ങൾ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ കെയർ ചെയ്യുന്നവരാണ്, ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളെ പറ്റി നമ്മൾ പ്രതികരിക്കുന്നവരാണ്, അത് മനസ്സിലാക്കുന്നവരാണ്, അതിന് എന്താണ് മാർഗം അത് ശരിയാക്കാൻ നോക്കുന്നവരാണ് എന്നുള്ള ബോധം സൃഷ്ടിക്കുക മാത്രമല്ല, നമ്മൾ അങ്ങനെ തന്നെ ആൾക്കാരാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചുറ്റുപാടിനെ പറ്റി മനസ്സിലാക്കണം. അരാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ ഒന്നിനെപ്പറ്റി യാതൊരു ഇതുമില്ല. എനിക്ക് എന്റെ കുടുംബം കാര്യങ്ങൾ മാത്രം, എന്റെ സൗകര്യങ്ങൾ, എന്റെ സുഖ സൗകര്യങ്ങൾ മാത്രം, മറ്റുള്ളവരെന്തേലും ആയിക്കോട്ടെ എന്നുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ചുറ്റുപാട് മാറി. ഞാൻ വഴി പറഞ്ഞു, മിനിയാന്ന് ഞാൻ പങ്കെടുത്ത പരിപാടി ഇന്നലെ രാവിലെയാണ്. മിനിഞ്ഞാന്ന് രാവിലെ പെട്ടെന്ന് മറന്നു.
ഞങ്ങളെ സ്കൂളിൽ, ഞങ്ങളെ കോളേജിലെ NSS വളണ്ടിയേഴ്സ്, നാഷണൽ സർവീസ് സ്കീം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ നായർ സർവീസ് സൊസൈറ്റി അല്ല, NSS നാഷണൽ സർവീസ്, അവരുടെ ഒരു ക്യാമ്പ്, 7 ദിവസം ഒരു ക്യാമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ സൻസദ് ആദർശ ഗ്രാം യോജന പ്രകാരം ഞാൻ ദത്തെടുത്ത അല്ലെങ്കിൽ ഞാൻ അഡാപ്റ്റ് ചെയ്ത കേരളായി എന്ന ഗ്രാമത്തിൽ അവരുടെ ബേസ് ലൈൻ സർവേ, അവരുടെ ജനങ്ങളുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ്, അവരുടെ വരുമാനം എന്താണ് അവർ ചെയ്യുന്നത് എന്ന് ഓരോ വീട്ടിലും പോയി അത് സർവേ എടുത്ത ഒരു അനുഭവം കുട്ടികൾക്ക് 7 ദിവസത്തെ ഒരു ഇതായിരുന്നു, ഒരു ക്യാമ്പായിരുന്നു. ഒരു സാധാരണ സ്കൂളിൽ, നമ്മളെ സൗകര്യമൊന്നും ഇല്ലാത്ത സാധാരണ ഒരു LP സ്കൂളിൽ, വളരെ സൗകര്യം കുറഞ്ഞ സ്കൂളിൽ സൗകര്യമൊക്കെയുള്ള കുട്ടികൾ 7 ദിവസം പോകുന്നു, അവിടെ താമസിക്കുന്നു, നിസ്കാരം അവിടെ തന്നെ, ഒരു അമ്പലത്തിൽ പോലും അവിടെ തന്നെ എല്ലാ സംഗതിയൊക്കെ ആയിട്ട് അവിടെ താമസിച്ചിട്ട് അവരവരുടെ അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ അവരൊക്കെ പലരും കരഞ്ഞു പോവുക. കാരണം അനുഭവങ്ങളാണ്. തന്റെ ചുറ്റും ഇങ്ങനത്തെ ഒരു ജനത ഉണ്ടോ, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടോ, പ്രിമിറ്റീവ് ആദിവാസീസ്, ട്രൈബ്സ്, ചോലനായ്ക്കന്മാർ തുടങ്ങിയ ആൾക്കാർ, അവരുടെ ജീവിത രീതി, നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാർ, നമ്മുടെ സ്വന്തം സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുടെ ജീവിത ചുറ്റുപാട്, അവരുടെ വീട്, അവരുടെ ചുറ്റുപാട്, അവരുടെ കക്കൂസ്, അവരുടെ കുളിമുറി ഒക്കെ കണ്ട് അതിനെപ്പറ്റിയ കംപ്ലീറ്റ് ഒരു ഡാറ്റ ഉണ്ടാക്കാൻ പോയിട്ട് ആ കുട്ടികളൊക്കെ അവരുടെ ജീവിതം തന്നെ മാറി എന്നാണ് അവർ പറഞ്ഞത്. ജീവിതത്തിനോട് അവരുടെ അപ്രോച്ച് മാറി. ആ കുട്ടികൾക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ. കാരണം അവർക്കൊക്കെ ഇതെന്താണെന്ന് ചുറ്റുപാട് നടക്കുന്നത് അത്രത്തോളം ആലോചിച്ചിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന സുഖം, സ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളത് കാണണം. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സൗകര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലല്ലാത്ത മുസ്ലിങ്ങളെയും പോയി കാണണം. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മെച്ചം അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിലല്ലാത്ത ബീഹാറിലെയും UP-യിലെയും എന്തിന് ഡൽഹിയുടെ തൊട്ട് താഴെയുള്ള മുസ്ലിം സ്ഥലങ്ങളിൽ, നമ്മളെ ഡൽഹിയിലെ, ഓൾഡ് ഡൽഹിയിലെ മുസ്ലിങ്ങളുടെയും ചുറ്റുപാട് അറിയുമ്പോൾ നമ്മൾ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ എത്രത്തോളം സുഖത്തിൽ, സന്തോഷത്തിൽ, സൗകര്യത്തിൽ ജീവിക്കുന്നു, എത്ര അഭിമാനത്തോടു കൂടി, അഭിമാനകരമായ ആസ്തിത്വം എന്നൊക്കെ പറയില്ല, ഓണറബിൾ എക്സിസ്റ്റൻസ് നമുക്കുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് എപ്പോഴും കംപ്ലൈന്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കംപ്ലൈന്റ് തന്നെയാണ്. എനിക്ക് വിഷമമുണ്ട് പല കാര്യങ്ങളിലും, മറ്റത് അസർ അതിനേക്കാളും വിഷമമുണ്ടാവും, മറ്റൊക്കെ അതിനേക്കാളും വിഷമമുണ്ടാവും, സൗകര്യക്കാർക്ക് അതിനേക്കാളും കൂടുതൽ വിഷമമുണ്ടാവും, അങ്ങനെ മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഈ ബോധം, ഈ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാകാതെ തങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന സംഗതികളെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ചുറ്റുപാട് കുട്ടികൾക്ക് ഉണ്ടാകണം. അത് എവിടെ പഠിക്കുകയാണെങ്കിലും, എന്ത് പഠിക്കുകയാണെങ്കിലും. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, എനിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസം, ലൗകിക വിദ്യാഭ്യാസം രണ്ടായിട്ടൊന്നും കാണുന്ന ആളല്ലേ. കാരണം ഇത് രണ്ടും കൂടിയതാണ് വിദ്യാഭ്യാസം. ഒന്ന് മാത്രമാണെങ്കിൽ വിദ്യാഭ്യാസം ആവില്ല. രണ്ടും കൂടി പഠിക്കുന്ന ഭാഗ്യം കിട്ടി നിങ്ങൾക്ക്. ഒരു ഭാഗ്യം വേണതിന്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് കോളേജിൽ എന്റെ മമ്പാട് കോളേജിൽ ഇങ്ങനെ നോക്കുമ്പം നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ അന്ന് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഞാനൊക്കെ എഞ്ചിനീയർ ആവണം എന്നെന്റെ ആഗ്രഹം ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഡോക്ടർമാർ സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് എടുക്കും കുറച്ച് കുട്ടികൾ, ഹിസ്റ്ററി കാര്യങ്ങൾ, ഫോർത്ത് ഗ്രൂപ്പ് എടുക്കും കൊമേഴ്സ്. പിന്നെന്നുണ്ട് ഒരു മാർക്കും ഇല്ലെങ്കിൽ എന്നാൽ ഇസ്ലാമിക് സ്റ്റഡീസ് ആയിക്കോട്ടെ പറയും, അല്ലെങ്കിൽ അറബിക് ആയിക്കോട്ടെ. അവസാനത്തെ ഓപ്ഷനായിരുന്നു, ലാസ്റ്റ് ഓപ്ഷൻ, മാർക്കൊന്നും ഇല്ലാത്തവർ. അതേമാതിരി നമുക്ക് കുട്ടികൾ ഇതൊക്കെ ഇന്നൊരു കാര്യം ചെയ്യാം, കുട്ടീനെ ഇവിടെ പള്ളിക്ക് അയക്കുക, ദർസ് പഠിപ്പിക്കുക. കാരണം ഓന് മറ്റുള്ള ഇതൊന്നും പറ്റില്ല, മറ്റൊക്കെ വേറൊരു കൂട്ടർ ആൾക്കാർക്ക്. ഇത് പാവപ്പെട്ട ആൾക്കാർ. ഈ ചുറ്റുപാട് മാറി ഇന്ന് വേറൊരു കൾച്ചറിലേക്ക് നമ്മുടെ സമൂഹം വന്നിരിക്കുകയാണ്. അതിനൊക്കെ വളരെ ശാസ്ത്രീയമായി പങ്കുവഹിച്ച നേതാക്കളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇപ്പൊ ദാറുൽഹുദ പോലെയുള്ളതൊക്കെ. ഇപ്പൊ വളരെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം, ദാറുൽഹുദയിൽ നിന്നൊക്കെ പുറത്തു വന്ന കുട്ടികൾ, ഞാൻ വിചാരിച്ചതിന് നമ്മളെ ദാറുൽഹുദയിൽ നിന്ന് വരുമ്പോൾ ഉദവി എടുക്കണം എന്ന് തങ്ങൾ എന്നോട് പറഞ്ഞപ്പം സെക്രട്ടേറിയറ്റ് നിന്ന് ഉദവി ആയിക്കോട്ടെ വഹാബെ ഭാഷയൊക്കെ പഠിച്ചു നമ്മള് മാതൃക കാണിക്കുന്നു. നോക്കുമ്പോൾ ആളെ കിട്ടാനില്ല, ഉദവികളൊന്നും കിട്ടാനില്ല. ഞാൻ വിചാരിച്ചു പല 10,000, 15,000, 20,000 കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് അബ്ദുറഹ്മാൻ പോയില്ലേ. അപ്പൊ അബ്ദുറഹ്മാൻ ചോദിക്കണേന് 65,000 എന്നാ. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പത്തെ ഉദവിന്റെ ഗ്രേഡ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇപ്പത്തെ ചുറ്റുപാട്. ഈ ചുറ്റുപാടിലേക്ക് സമൂഹം വളർന്നതിന് അഭിമാനമുള്ളത്, വളരെയധികം അഭിമാനിക്കുന്നു. നമുക്കൊരു ലക്ഷ്യം പോരാ. ഞാൻ പണ്ടൊക്കെ പറയും, നമ്മൾ പള്ളി ഇതൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ വല്ല പള്ളിയൊക്കെ ഉണ്ടാക്കും, പള്ളിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചെറിയ മുറി ഉണ്ടായിട്ട് അവിടെ എങ്ങനെയും കിടന്നോട്ടെ. ഞാൻ എപ്പോഴും പറയും, ഇത്ര രൂപ, ഇത്ര കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കുമ്പം എന്തുകൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള സൗകര്യമുള്ള ഒരു വീടുണ്ടാക്കി കൊടുത്തുകൂടാന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ.
പറയുമ്പോ നമ്മള് പറയും നിങ്ങൾ വെറുതെ കേടെത്തേണ്ട ആൾക്കാര്, ഞങ്ങൾ ഇവ 2,000 കൊടുത്ത് തട്ടിപ്പിൽ കഴിഞ്ഞു കൂടുകയാണ്, അതിനെ നിങ്ങൾ പോയി തറാക്കല്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയും. പക്ഷെ എന്നിട്ട് സംഗതിയൊക്കെ മാറി ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളിലെ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. സമൂഹത്തിലും ധാരാളം ചേഞ്ചസ് വരുന്നു. ആ ചേഞ്ചസിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചു എന്ന് ഞാൻ കരുതുന്ന പ്രസ്ഥാനങ്ങളാണ് ഒന്ന് ദാറുൽ ഹുദ, അതേമാതിരി വാഫി കോളേജസ്, വാഫിയും പിന്നെ പെൺകുട്ടികൾക്കുള്ളിൽ എന്താ പറയാ വാഫിയ, ഞങ്ങളവിടെയൊക്കെ ഇപ്പൊ വാഫിയും വാഫിയൊക്കെ തുടങ്ങുന്നുണ്ട്. പിന്നെ ദാറുൽ ഹുദക്ക് ഒന്നും കൂടി സ്റ്റാൻഡേർഡ് കൂടുതലാണ് തോന്നുന്നുണ്ട്, കുറച്ചും കൂടി സ്പെസിഫിക്കേഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും അഫിലിയേഷൻ കൊടുക്കൂല. വേറൊന്നും മനസ്സിലാക്കി, നിങ്ങളുടെ 10-20 സാറ്റലൈറ്റ് യൂണിറ്റ് ഉള്ളതിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഏറ്റവും നല്ല ഇതാണ് നിങ്ങളുടെ ഈ നഹദുർ റഷാദ് എന്നുള്ള സ്ഥാപനം എന്ന് അതും മനസ്സിലായി. പിന്നെ എനിക്ക് എന്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരെ, ഇതിന് വേറെ താല്പര്യമൊന്നുമില്ലാതെ നടക്കുന്ന ആൾക്കാർ വളരെ ശാസ്ത്രീയമായി തന്നെ നമ്മളെ ഹൈദരാജിനെ സഹായിക്കാൻ മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരുണ്ട്, അസനടക്കമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പം വേറെ ആളെയും കണ്ടു, നമ്മളെ ചിക്കിങ്ങിന്റെ അല്ലേ മൻസൂർ അല്ലേ പേര്, പിന്നെ ഷറഫലി നമ്മളെ ബന്ധുവാണ്. ഷറഫലി ഈ കാര്യത്തിലെ ക്വാളിറ്റി എന്നില്ലാണ് മൂപ്പര് ആദ്യം തന്നെ ഉള്ളത്. ആദ്യം തന്നെ പറയാ, ഫസ്റ്റ്ലി ഞാൻ ദുബായി ചെന്നപ്പോ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ ഒരു ഫർണിച്ചർ ഉണ്ടായിട്ടുന്ന ആളാണ്. ചെറുതാണ്, പക്ഷെ വളരെ നല്ല, അതൊന്നും എന്റെ അടുത്തുണ്ട്. അതാ എന്റെ കാര്യം. 1991 അല്ലേ. പിന്നീടാണ് മൂപ്പര മകൻ എന്റെ ഒരു കസിന്റെ മോളെ കല്യാണം കഴിച്ചൊക്കെ അടുത്താണ്. ഏതായാലും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നടക്കുന്ന സംഭവം വളരെ നന്നായിട്ട് തന്നെ നടക്കുന്ന സംഗതിയിൽ വളരെ ആത്മാർത്ഥമായി പറയാം, വളരെ അഭിമാനമുണ്ട്. ഇത് ഇനിയും നല്ല നിലയിൽ ആദ്യത്തെ ബാച്ചാണ് ഇപ്പം ഇവിടുന്ന് പോയിട്ടാണ് ചെയ്യുന്നത്. ഈ ബാച്ചിന് പ്രത്യേകിച്ച് ദാറുൽ ഹുദയിൽ പ്രത്യേക ഈ നിങ്ങൾ ചെല്ലുമ്പം അതിന് പ്രത്യേകത അവിടെ കാണിക്കണം, നമ്മുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കാണിക്കണം. അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അതിലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയി കാണിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. നിങ്ങളുടെയൊക്കെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിനും സമുദായത്തിനും പൊതുവെ രാഷ്ട്രത്തിനും ഉപകാരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായി ഞാൻ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.